വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വന്നത് ബുക്ക് സ്റ്റാർട്ടിങ്. കുറച്ചു പേര് ആള് മാറിയിട്ടാണോ എന്നറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടി മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹിസ്ഫുരണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ, അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട മൊത്തം ആളുടെ ചാനലിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇതിലെനിക്ക് പറയാനുള്ളത്, വെറുതെ ഊക്ക് വാങ്ങാൻ നിൽക്കരുത്. നിങ്ങൾ വെറുതെ ഇന്നലെ നിങ്ങളുടെ ഒരു വീഡിയോ ഇട്ടാണ്, എന്തിനാണ് വെറുതെ ഒരാളുടെ നോക്ക് വാങ്ങുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റുകൾ, അപ്പോൾ നിങ്ങളായാലും അനുമോളായാലും ഇപ്പം അഖിൽമാരാറായാലും ഒരാൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്തി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കുറേ പേര് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷെ നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾ ആരായിക്കോട്ടെ, ഇപ്പം ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇതിൽ ഈ വീഡിയോ കാണുന്ന ആരും ആയിക്കോട്ടെ, ഒന്ന് സ്വയം വിലയിരുത്തുക. തെറ്റുകൾ മാറ്റി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത് ബിഗ് ബോസിലൂടെ. അതിനുള്ളിൽ പോവുക. കാരണം നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങൾ എന്താണ് അതിനുള്ളിൽ കാണിച്ചത്, എല്ലാം നിങ്ങൾക്ക് കിട്ടിയതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. അത് മനസ്സിലാക്കുക. നെഗറ്റീവ് എവിടെയാണ്, പോസിറ്റീവ് എവിടെയാണ്. ആ പോസിറ്റീവ്സ് മാത്രം എടുത്തിട്ട് നെഗറ്റീവ് ഒഴിവാക്കി കളയാൻ മാക്സിമം ശ്രമിക്കുക എന്നാണ് ഇനിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അനുമോൾ ജയിച്ചു, ഓക്കെ, അനുമോൾക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, മനുഷ്യനല്ലേ. ഫസ്റ്റ് ദിവസം മുതൽ ലാസ്റ്റ് ദിവസം വരെ ഫേക്കായി നിന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. എന്തുകൊണ്ട് അനുമോൾ സപ്പോർട്ട് ചെയ്തോളൂ? അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു അല്പമാണ് അവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങളാണ് ആ തെറ്റുകൾ തുടങ്ങി വയ്ക്കുന്നത്. പക്ഷേ എല്ലാ കുറ്റവും അനുമോൾക്കാണ്. ഓക്കെ, അപ്പോൾ അഖിലേട്ടൻ ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, വിളിക്കുന്ന അങ്ങനെ ഉണ്ടോ, നമ്മൾ വിളിച്ചാണ്, അഖിൽമാരുടെ ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അദ്ദേഹം വെറുതെ പോയിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി ഈ ഒരു ഊക്കിലൂടെയെങ്കിലും നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നല്ല രീതിക്ക് പോകുക. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചോ, കുഴപ്പമില്ല. റീച്ചിനും കണ്ടന്റിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പോകണമല്ലോ, നമുക്ക് റീച്ച് വേണമല്ലോ, അതിനുവേണ്ടിയാണ് കാണിച്ചു നോക്കുക, നോ പ്രോബ്ലം. അല്ലാണ്ട് തെറ്റുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കി ജീവിക്കുക. ഓക്കെ.